ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് UPSC വിത്ത് ഐശ്വര്യ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പറയുന്നു, മാം ഭയങ്കര മടിയാണ്, എങ്ങനെ പഠിക്കണം എന്നറിയില്ല, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര മടി തോന്നുന്നു, എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 15 ടിപ്സ് തരാം മടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, ചിലവർക്ക് എല്ലാം വർക്ക് ചെയ്യുമായിരിക്കും, ചിലവർക്ക് 2-3 വർക്ക് ചെയ്യുള്ളതായിരിക്കും. പക്ഷെ ട്രസ്റ്റ് മീ, ഇതിൽ ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നത് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ടിപ്പാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ പഠിക്കണം എന്ന് വിചാരിച്ച് എണീക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. എന്ത് പഠിക്കണം എന്നുള്ള ക്ലാരിറ്റിയോടെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കണം, കറണ്ട് അഫയേഴ്സ് ചെയ്യണം, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എനിക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യണം, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റിട്ട് എന്ത് പഠിക്കണം എന്നുള്ള ഗോൾ ഞാൻ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഗോൾ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അപ്പം അങ്ങനെയാണ് നിങ്ങളൊരു ദിവസം രാവിലെ എണീക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. അതല്ലാതെ ഇന്ന് പഠിക്കണമല്ലോ എന്നിട്ട് രാവിലെ എണീറ്റിട്ടാണ് എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഗോൾസ് വേണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അത് ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യൂ. എല്ലാ ദിവസവും രാവിലെ ഈ ആഴ്ച ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, ഉച്ചയ്ക്ക് ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, രാത്രി ഞാൻ വേറൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യൂ. ഗോളുകളുള്ളവർക്ക് മടി കാണിക്കാനുള്ള ഗ്യാപ്പ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഗ്യാപ്പ് കുറവായിരിക്കും. അവർക്ക് മടി എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴും ഈ മടി എന്ന് പറയുന്ന സാധനം വരും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്ലാനർ ഉപയോഗിക്കും. ഇപ്പോൾ പ്ലാനർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്ലാനർ അല്ല, ഞാൻ അല്ലാതെ മാനുവലി ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്ലാനറാണ്. അപ്പോൾ അതിനകത്ത് ഒരു മാസത്തിൻ്റെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കോളംസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ചെയ്യണം, ഇന്ന ദിവസങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ ആൻസർ റൈറ്റിംഗ് ചെയ്യണം, അങ്ങനെ ഞാൻ അതിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാനർ നമുക്കുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് റിമൈൻഡർ. ഓക്കെ, നമുക്ക് വെറുതെ കളിച്ച് നടക്കാൻ പറ്റില്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം ഞാനൊരു മൂവിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ആ പ്ലാനർ നോക്കും, എന്നാണ് എനിക്ക് മൂവിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങളെ കുറച്ചും കൂടെ ഒരു നിങ്ങളുടെ പർപ്പസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സഹായിക്കും. മടി കാണിക്കാൻ അവിടെ പറ്റില്ല. അപ്പോൾ പ്ലാനർ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാനർ ഉപയോഗിക്കാം. പക്ഷേ ഈ ഡിജിറ്റൽ പ്ലാനർ ഇപ്പോഴത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഡിജിറ്റൽ പ്ലാനർ നമ്മളിങ്ങനെ ലാപ്പ് തുറന്ന് അല്ലെങ്കിൽ നമ്മൾ ടാബ് തുറന്ന് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ഇഫക്റ്റീവാണ് നിങ്ങളുടെ ചുമരിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒട്ടിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ ഹാങ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു പ്ലാനർ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടാമത്തെ ടിപ്പാണ് മടി മാറാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ടിപ്പ് പറയട്ടെ. നിങ്ങളിപ്പോൾ ക്ലാസ്സിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് 10 മണിക്കാണ് ക്ലാസ്. ചിലവർ 9:30 എണീക്കുന്നത് കാണാം, ചിലവർ 9 മണിക്ക് എണീക്കും, ചിലവർ 5 മണിക്ക് എണീക്കും. അത് വേറെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ദിവസത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി? ആ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ 90 മിനിറ്റ്സ് മുമ്പേ നിങ്ങൾ എണീറ്റിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് മടി മാറാൻ ചെയ്യാൻ പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടിപ്പ്. ഇപ്പോൾ എനിക്ക് രാവിലെ 10 മണിക്ക് ക്ലാസ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര മണിക്ക്? ഞാൻ 8:30 എണീക്കണം. 8:30 എണീറ്റിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നാളെ നിങ്ങളുടെ വർക്ക് തുടങ്ങുന്ന അല്ലെങ്കിൽ നാളെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് 11 മണിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ 9:30 എണീറ്റാൽ മതി. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് 12 മണിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10:30 എണീറ്റാൽ മതി. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ തലേ ദിവസം നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്, 2 മണി വരെ പഠിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്കുള്ള ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 മണിക്ക് ഉറങ്ങി, ഇനി ഞാൻ രാവിലെ 7 മണിക്ക് എണീക്കണമല്ലോ, അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഇപ്പം നിങ്ങൾ പഠിക്കാൻ ഒരു ടൈം പ്ലാൻ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ പഠന സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ ആണെങ്കിൽ ആ 12 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ 12 മണിക്ക് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയെങ്കിൽ 10:30 നിങ്ങൾ എണീക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്ന കണക്ക്. അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ യു വിൽ ഗെറ്റ് എ ബ്രീത്തിങ് സ്പേസ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുളിക്കാൻ പറ്റും, നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ജേർണലിങ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും അല്ലാതെ ബുക്ക് വായിക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യുന്നവർക്ക് കുക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവെൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മടി ഒരുപാട്, മറ്റേ 12 മണിക്ക് എണീക്കണം അല്ലെങ്കിൽ 12 മണിക്ക് പഠിക്കണം, നിങ്ങൾ 11:45 എണീക്കുകയാണ്, അപ്പോൾ 12 മണിക്ക് പഠിക്കാനുള്ള ടൈം ഷെഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, മടി വരും. കാരണം എണീക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ആ ഗ്യാപ്പൊക്കെ വരും, 12:30 ആവും, 12:45 ആവും. ദെൻ വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് സെറ്റിംഗ് എ ടൈം ടേബിൾ? അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 1.5 മണിക്കൂർ മുമ്പേ എണീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. 4ാമത്തെ ടിപ്പ് പറയട്ടെ, റിവാർഡിങ് സിസ്റ്റം. റിവാർഡിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ പഠന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 12 അല്ലെങ്കിൽ ചിലവർക്ക് 10 to 10 ആയിരിക്കും. അതിലല്ലാതെ ഒരുപാട് പേർക്ക് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം 12 മണിക്കൂർ മിനിമം പഠിക്കാനാണ് ശ്രമിക്കാറ്. അപ്പോൾ ഈ 12 മണിക്കൂർ പഠിച്ച ദിവസം ഞാൻ എന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ റിവാർഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ റിവാർഡിങ് സിസ്റ്റം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെയോ അല്ലെങ്കിൽ 200 രൂപയുടെ എന്തെങ്കിലും ചെറിയ സാധനം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫുഡ് വാങ്ങിച്ച് കഴിക്കും. അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ ഞാൻ ടൈം മാറ്റി വയ്ക്കും. അപ്പോൾ എൻ്റെ റിവാർഡിങ് സിസ്റ്റം, ഞാൻ ഇത്ര മണിക്കൂർ പഠിച്ചാൽ മാത്രമേ ഞാൻ ഇന്നത് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്താം. അപ്പോൾ ആ റിവാർഡിങ് നിങ്ങളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, ആ ഗോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഒരു റിവാർഡ് തരും. അതെന്ത് റിവാർഡോ ആയിക്കോട്ടെ, മോണിറ്ററി റിവാർഡ് തന്നെ ആവണം എന്നില്ല. അത് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ച് 1 മണിക്കൂർ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ ആവാം. ഓക്കെ, അപ്പോൾ ആ ഒരു റിവാർഡിങ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര നൈസാണ്. 5ാമത്തെ പോയിന്റ്, നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് അക്കൗണ്ടബിൾ ആവുക. നിങ്ങളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയൂ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ നിങ്ങളെ വിളിച്ച് പറയുകയാണ്, ഓക്കെ നമുക്ക് ഒരുമിച്ച്, കമ്പൈൻ സ്റ്റഡി അല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഒരുമിച്ച് ഗോൾസ് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കഴിയുമ്പോഴേക്ക് 2 പേരും ഗോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉണ്ടാവും. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റുള്ള ആളത് അതിനനുസരിച്ചുള്ള ആളെ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ആൾ ഇത് ചെയ്തിരിക്കും, അപ്പോൾ ഞാൻ പുറകിലേക്കായി പോരുത്, മടി പിടിച്ചിരിക്കരുത് എന്നുള്ള ഐഡിയ എനിക്ക് ഉണ്ടാവുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഒരാളോട് അക്കൗണ്ടബിൾ ആവാം. അത് നിങ്ങളുടെ മെൻറ്റർ ആവാം, നിങ്ങളുടെ ടീച്ചർ ആവാം, നിങ്ങളുടെ ഫ്രണ്ട് ആവാം, നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് ആവാം, ഈവൻ പാരൻസ് വരെ ആവാം. പക്ഷേ അത് അക്കൗണ്ടബിലിറ്റി ഫാക്ടർ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഞാൻ ഒരാളോട് പറയുകയാണ്, ഞാൻ ഇന്ന ദിവസം ഇന്ന സബ്ജക്റ്റ് തീർത്തിരിക്കും, ആർട്ട് ആൻഡ് കൾച്ചറാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്, ഞാൻ അതിൻ്റെ ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും എന്ന് നിങ്ങൾ ഒരാളോട് പറയുന്നു. വൈകിട്ട് നിങ്ങൾ അയാളെ വിളിച്ച് പറയണം, ഓക്കെ ഞാൻ തീർത്തു കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മൾ അക്കൗണ്ടബിൾ ആക്കുന്നു. അതുവഴി നമ്മൾ മടി പിടിച്ചിരിക്കാനുള്ള ചാൻസ് നമ്മൾ കുറയ്ക്കുന്നു. അതാണ് അടുത്ത ടിപ്പ്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ചാണ്. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാനും അതിനോട് മടി കാണിക്കാനും ഒക്കെ ഭയങ്കര ചാൻസ് കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ നിങ്ങൾ 12 മണിക്കാണ് പഠിക്കാൻ തുടങ്ങുന്നത്, നാളെ 10 മണിക്ക് പഠിക്കൂ. അതിന് അപ്പുറത്തെ ദിവസം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 5 മണിക്ക് എണീറ്റ് പഠിക്കൂ. പക്ഷേ നിങ്ങൾ ആ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഒരു ടൈറ്റ് പൊസിഷനിൽ കൊണ്ടുവന്നിടുന്നില്ല. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ ഒരു ബ്രീതിങ് സ്പേസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് ഓക്കെ ഇന്ന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാലും നാളെ എൻ്റെ ടൈം ടേബിൾ വേറെ ആണല്ലോ. ഇപ്പം ഇന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻ്റെ സ്റ്റഡി വിൻഡോ എന്ന് ഞാൻ തീരുമാനിക്കുക. അപ്പോൾ 5 മണിക്ക് ശേഷം എനിക്ക് സിനിമയ്ക്ക് പോവാം, എന്തെങ്കിലുമൊക്കെ പുറത്ത് വേണമെങ്കിൽ പോവാം, അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം ഞാൻ വിചാരിക്കുന്നു എനിക്ക് 12 മണി മുതൽ 12 മണി വരെയാണ് ഞാൻ എൻ്റെ വിൻഡോ എന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് എനിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മടി പിടിക്കാൻ സാധിക്കില്ല. കാരണം ഈ മടി എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് ഒരുപാട് ഫ്രീ ടൈമും നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കാര്യങ്ങളില്ലാത്ത സമയത്ത് വരുന്നൊരു സാധനമാണ്. എല്ലാവരും വിചാരിക്കും അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാണ്ടല്ലോ എന്നിട്ടും നമുക്ക് മടിയാണല്ലോ. ആ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻഡ് ആണോ അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആണോ എന്നാൽ നിങ്ങൾക്ക് മടി വരില്ല. ഓക്കെ, അതാണ് എൻ്റെ അടുത്ത ടിപ്പ്. നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് റിവ്യൂ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് പ്രോഗ്രസ് റിവ്യൂ ചെയ്ത് പോവുക. ഒരാഴ്ചത്തേക്ക് ഞാൻ ഇന്ന സബ്ജക്റ്റാണ്, സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഞാൻ പഠിക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജിയോഗ്രഫിയുടെ NCERT ആണ് പഠിക്കുന്നത്. ഒരാഴ്ചത്തേക്ക് എനിക്ക് ജിയോഗ്രഫി NCERT ഞാൻ വായിക്കുന്നു, 11th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞോ?
റിവ്യൂ ചെയ്യുക. എത്ര ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുക. ആ റിവ്യൂ സിസ്റ്റം നിങ്ങളെ കുറച്ചും കൂടെ അക്കൗണ്ടബിൾ ആക്കും. അത് വേറൊരു ടിപ്പാണ്, ഒരു ചെറിയ ടിപ്പാണ്. പിന്നെ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. നിങ്ങൾ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് തന്നെ തുടങ്ങിയേക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കണ്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങുക. അപ്പോൾ മടി വളരെ കുറഞ്ഞിരിക്കും. ഇത് വേറൊരു കാര്യമാണ്. എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങുക എന്നുള്ളതാണ്. ആ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയാണ് ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആവുന്നത്? ഒരു ബോറിംഗ് ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ ഹൈലൈറ്റർ പെൻ ഉപയോഗിച്ച് കളേഴ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, സ്റ്റിക്കി നോട്ട്സ് ഒട്ടിക്കുക. സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നല്ല ഡിസൈൻസിലൊക്കെ ഉള്ള സ്റ്റിക്കി നോട്ട്സ് കിട്ടും. അപ്പോൾ ആ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ കാര്യങ്ങൾ, കോർ പോയിന്റ്സ് എഴുതി വെക്കുക, പേപ്പർ മാർക്സുകൾ വെക്കുക. അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുക. നോട്ടാണെന്നുണ്ടെങ്കിൽ പല കളർ പെന്ന് കൊണ്ട് നോട്ട് എഴുതുക, പിക്ചേഴ്സ് വരച്ച് വെക്കുക, പിക്ചേഴ്സിലൂടെ പഠിക്കുക. അങ്ങനെ മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോഴേ നമുക്ക് അതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താ പഠിക്കണം, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഡോണ്ട് ഡു ദാറ്റ് ഗൈസ്. അത് കുറച്ചും കൂടെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് വേറൊരു കാര്യം. പിന്നെ മടി മാറാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. ഉറക്കക്ഷീണം ഒരാളെ മടിയനാക്കും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അത് എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ടൈം ഇല്ല. ഇപ്പൊ അത് ഓരോരുത്തരുടെ ഹെൽത്ത്, അയാളുടെ അബിലിറ്റി ഒക്കെനെ ബേസ് ചെയ്തിട്ടിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്കൊരു 6.5 മണിക്കൂർ ഡെയിലി ഉറങ്ങണം. ഈ 6.5 മണിക്കൂർ ഉറങ്ങിയാലേ എനിക്ക് ഫ്രഷ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് 6 മണിക്കൂർ ആയാലും പ്രശ്നമാണ്, 8 മണിക്കൂർ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ എപ്പോഴും ആ വിൻഡോ കീപ്പ് ചെയ്യും, 6.5 മണിക്കൂർ എന്നുള്ള വിൻഡോ കീപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങണം? 8 മണിക്കൂർ ഉറങ്ങണോ, 10 മണിക്കൂർ ഉറങ്ങണോ? ഉറങ്ങൂ, കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. അപ്പം നിങ്ങൾ ആക്റ്റീവ് ആവുന്നത് എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടാണ് എന്നുള്ളത് നോക്കണം. ചില ടോപ്പേഴ്സൊക്കെ പറയും ഞാൻ 2 മണിക്കൂർ ഉറങ്ങിയേ, 3 മണിക്കൂർ ഉറങ്ങിയേ എന്ന് പറയും. അവർ ചിലപ്പോൾ കള്ളം പറയുന്നതായിരിക്കില്ല. കാരണം ചില ആൾക്കാർ ദേ ആർ ലൈക്ക് അതിലേക്ക് അവർ യൂസ് ടു ആണ്, അവർ അതിലേക്ക് പ്രോഗ്രാംഡ് ആണ്. ഇപ്പോൾ മെഡിസിൻ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ദേ ആർ പ്രോഗ്രാംഡ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അത് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം. അത് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. അപ്പം നമ്മുടെ സ്ലീപ്പ് ടൈം നമ്മൾ നോക്കുക, അതിനനുസരിച്ച് നന്നായിട്ട് ഉറങ്ങുക, എന്നിട്ട് പഠിക്കുക. ഉറക്കം ഇല്ലാത്ത പഠിത്തം വെറുതെയാണ് ഗൈസ്. അത് നമ്മൾ പഠിക്കുന്നതൊന്നും തലയിൽ നിൽക്കാൻ പോണില്ല. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെ ചെറിയ ചെറിയ ഗോളുകൾ വെക്കുക. കുട്ടി ഗോളുകൾ. അതായത് ഇപ്പോൾ നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 50 ക്വസ്റ്റ്യൻ, 100 ക്വസ്റ്റ്യൻ, ഇങ്ങനെയല്ല, ഒരു 10 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങളൊരു ടെക്സ്റ്റ് വായിക്കാൻ പോവാണ്, ഒരു 5 പേജ് 6 പേജ് വായിക്കുക. അങ്ങനെ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ലിസ്റ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പോൾ യു വിൽ ഫീൽ വെരി കോൺഫിഡൻറ്റ്, വെരി എനർജറ്റിക്, ബൂസ്റ്റഡ്. ഞാനിത് കംപ്ലീറ്റ് ആക്കിയല്ലോ എന്നുള്ള തോന്നൽ വരും. പിറ്റേ ദിവസം ഒരു പൊടിക്ക് കൂട്ടുക. 10 ക്വസ്റ്റ്യൻ ചെയ്തതിൽ 15 ക്വസ്റ്റ്യൻ ചെയ്യുക. 6 പേജ് വായിച്ചത് 10 പേജ് ആക്കുക. സ്ലോലി ഇൻക്രീസ് ചെയ്ത് വരിക. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് ആ ആൽഗോരിതം നിങ്ങൾ തന്നെ ആയിരിക്കണം റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ട്രിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഫസ്റ്റ് ദിവസം കുറച്ചാ ചെയ്യുന്നത്, സെക്കൻഡ് ദിവസം ഇച്ചിരി കൂട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ബാൻഡ് വിഡ്ത്ത് നിങ്ങൾ തന്നെ കൂട്ടാണ്. നിങ്ങളുടെ മടി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ഗോളുകൾ ഫിക്സ് ചെയ്യുക, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഗോളാണ്, ഒരു ടിപ്പാണ്. പിന്നെ ഒരു രക്ഷയില്ല എന്ന് വിചാരിക്കുക, ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഭയങ്കര സ്ലീപ്പിയാണ്, ടേക്ക് എ കോൾഡ് ഷവർ. എനിക്കിത് ഭയങ്കര വർക്കൗട്ട് ആവാറുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മുമ്പോട്ട് നീങ്ങുന്നില്ല, എത്രയായിട്ടും അതെ, അങ്ങോട്ട് ഈ ഒരു പേജ് മറയുന്നില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഐ ഗോ ആൻഡ് ടേക്ക് എ കോൾഡ് ഷവർ. അപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറും എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മൾ എനർജറ്റിക് ആവും. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചില കുട്ടികൾ പറയുന്ന ഒരു കാര്യം പ്രോക്രാസ്റ്റിനേഷൻ ആണ്. ഞാൻ എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും, ഐ എം ടെല്ലിങ് യു ദിസ്, ഇത് നിങ്ങൾ വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ബിഹേവിയർ അത് മാറാൻ പോണില്ല. അത് മനുഷ്യ സഹജമാണ്.
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ലീസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നാളത്തേക്ക് മൊത്തം പഠിത്തം നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നതിനെക്കാട്ടിലും ഒരു 2 കാര്യമൊക്കെ മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം മാറ്റി വയ്ക്കാം. ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ മുമ്പോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ടിപ്പ്. പ്രോക്രാസ്റ്റിനേഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. എലിമിനേറ്റ് ചെയ്യുകയല്ല, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മടി മാറ്റാൻ ഇപ്പം ഞാൻ റീഡിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മടി വരികയാണ്. കോൾഡ് ഷവർ എടുത്തു, രക്ഷയില്ല. പിന്നെയും ഞാൻ കുറച്ചൊരു അരമണിക്കൂർ 1 മണിക്കൂർ പഠിച്ചിട്ട് പിന്നെയും രക്ഷയില്ലെങ്കിൽ ഐ വിൽ ഗോ ഫോർ എ വാക്ക്. വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടന്ന് ഉഗാണ്ട വരെ പോകുന്നതല്ല. നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ടേക്ക് എ വാക്ക്. ആ വാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും ചെവിയിൽ വെച്ചിട്ട് മറ്റേ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കാനോ ഒന്നിനും ശ്രമിക്കരുത്. ടേക്ക് എ പ്ലെയിൻ വാക്ക്. അപ്പോൾ ആ വാക്കിങ്ങിൻ്റെ സമയത്ത് യു വിൽ ഗെറ്റ് ഐഡിയാസ് ഓൺ ഹൗ ടു പ്രൊസീഡ്. ഓക്കെ, ഇത് വർക്കൗട്ട് ആവും. അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കാം. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ദിസ് ഈസ് ഓൾ ദ ടിപ്സ് മടി മാറാൻ വേണ്ടിയിട്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കാവും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. 15 ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ അതിൽ 2 എണ്ണം ഡെഫിനറ്റ്ലി വർക്കാവും. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.